വഖഫിൻ്റെ കാര്യത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന മലക്കമറിച്ചിലാണ് UDF നടത്തിയിട്ടുള്ളത്. ഇന്നലെ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ ശ്രീ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്, ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല, കോടതിയിൽ നിൽക്കുന്ന കാര്യമല്ലേ എന്നുള്ള മട്ടിലാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു പുനഃസംഘടിപ്പിക്കും, ബാക്കി നോക്കാം. ഇത് രണ്ടും വസ്തുതാവിരുദ്ധമാണ്. കോടതിയിലുള്ള കേസിൽ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അതിൽ കോടതി ശ്രീ ശംസുദ്ദീൻ പറഞ്ഞത് 4 റിട്ട് ഹർജികളും തള്ളണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. തള്ളാൻ പറഞ്ഞത് ഹർജിക്കാർ ആവശ്യപ്പെട്ടതും കേന്ദ്രത്തിൻ്റെ നിലപാടും ഒപ്പം ചേർന്ന് ആ കേസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതിൽ ഹർജിക്കാരുടെ ആവശ്യം ഈ വിധിയിലും എടുത്ത് പറയുന്നുണ്ട്, ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റിലും പറയുന്നുണ്ട്, നോൺ മുസ്ലിംസിനെ കൂടി ഉൾപ്പെടുത്തണം സെക്ഷൻ 14 പ്രകാരം. അതും ഒരു പ്രധാന ആവശ്യമാണ്. അപ്പോൾ അതുകൂടി പൂർണ്ണമായിട്ട് അംഗീകരിക്കാം. സെക്ഷൻ 14 സ്ട്രിക്റ്റ്ലി അതിനനുസരിച്ചുകൊണ്ട് ഇൻ കംപ്ലയൻസ് വിത്ത് സെക്ഷൻ 14 മാൻഡേറ്റ് ഓഫ് സെക്ഷൻ 14 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി നോൺ മുസ്ലിമിനെ കൂട്ടാതെ ഒരു ബോർഡ് രൂപീകരിക്കാൻ ഗവൺമെൻറ്റിന് കഴിയില്ല. അങ്ങനെ ഗവൺമെൻറ്റിന് കഴിഞ്ഞാൽ ഒപ്പിട്ട് ഉദ്യോഗസ്ഥൻ കോടതി ലക്ഷ്യത്തിന് പോയി നിൽക്കേണ്ടി വരും. കാരണം കോടതിയിൽ നിലപാടെടുത്തു, അതിനനുസരിച്ച് കോടതി ഉത്തരവിട്ടു, ഘടകവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചാൽ അതിൻ്റെ ഉദ്യോഗസ്ഥൻ കോടതി ലക്ഷ്യത്തെ നേരിടുവരുണ്ട്. ഒരു ഉദ്യോഗസ്ഥനും കോടതി ലക്ഷ്യത്തുമായെന്ന് പിന്നെ മറ്റൊരു നിലപാട് സ്വീകരിക്കില്ല. അപ്പോൾ BJP ഗവൺമെൻറ്റിൻ്റെ നിലപാടിനോട് പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിനകത്ത് നിലപാടെടുത്തിരിക്കുന്നത്. ഇതോടുകൂടി സുപ്രീം കോടതിയിൽ കേരളം എടുത്തിരുന്ന വളരെ ശക്തമായ പൊസിഷൻ എന്നുള്ളത് മുസ്ലിം വിഭാഗത്തിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നോൺ മുസ്ലിമിന് അവിടെ ഇപ്പോൾ ദേവസ്വം ബോർഡ് അവിടെ വേറെ ഏത് വിഭാഗം MLA-മാരും മന്ത്രിമാരും വരെ ഒപ്പിടുമ്പോൾ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണെന്നാണ്. ഇവിടെ പുതിയതിനനുസരിച്ച് MLA MP പോലും മുസ്ലിം ആകണമെന്നില്ല. മുസ്ലിം വേണമെങ്കിൽ മൈനോറിറ്റിയായി മാറാം. അത്രയും ഗൗരവമായ സെക്ഷൻ സ്ട്രിക്റ്റ്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് സെക്ഷൻ 14 പൂർണ്ണമായിട്ടും 14-ാം വകുപ്പ് അംഗീകരിച്ചുകൊണ്ട് മാത്രം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ഗൗരവമായ ഒരു ചതി മതന്യൂനപക്ഷങ്ങളോടും മതനിരപേക്ഷതയോടും മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന UDF കാണിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്.